In today's session, we'll be seeing some more HTML tags. For example, we'll be seeing how to add an image, how to add a link to another page. For that purpose, we'll be creating a web page that describes about Tim Berners-Lee, who is the inventor of World Wide Web. So we have some data with us. We'll be creating how to create a web page about him. അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടിരുന്ന ടാഗുകളൊക്കെ ഉണ്ട്. HTML എന്ന് പറയുന്ന ടാഗുണ്ട്, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ടാഗുണ്ട്, അതിൻ്റെ അകത്ത് ടൈറ്റിൽ ടാഗുണ്ട്. ടൈറ്റിൽ ടാഗിൽ ടിം ബെർണേഴ്സ്ലി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ വെബ് ബ്രൗസറിൻ്റെ ഹെഡറിൽ വരുന്ന പാർട്ടാണ്, പേജിൽ വരില്ല. ഇനി ബോഡി പാർട്ട് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ബോഡി പാർട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടിം ബെർണേഴ്സ്ലിയെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ടിം ബെർണേഴ്സ്ലിയുടെ പേര് ആദ്യം എഴുതും, എന്നിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം ടിം ബെർണേഴ്സ്ലിയുടെ പേര് കൊടുക്കുമ്പം അതൊരു ബോൾഡിൽ വരണമെങ്കിൽ നമുക്കറിയാം ദർ ഈസ് എ ടാഗ് കോൾഡ് സ്ട്രോങ്. അപ്പോൾ സ്ട്രോങ് എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യണം. സോ വി ഹാവ് റിട്ടൺ ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് വിൽ ബി ഗിവിങ് ആൻ ഇമേജ് ഓഫ് ഹിം. അപ്പം ഇമേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കയ്യിലുള്ള ഒരു ടാഗാണ് IMG എന്ന് പറയുന്നത്. IMG എന്ന് പറയുന്ന ടാഗ് സെൽഫ് ക്ലോസിങ് ടാഗാണ്. അതായത് അതിന് സ്റ്റാർട്ടിങ് എൻഡും ഇല്ല, ഒരു സിംഗിൾ ടാഗാണ് അത് IMG എന്ന് പറയുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് IMG എന്ന് പറയുന്ന ടാഗ്. IMG എന്ന ടാഗിൽ നമുക്ക് ഇമേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം HTML പേജ് കിടക്കുന്ന ഏത് ഡയറക്ടറിയിൽ ഉള്ള ഇമേജ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഇമേജ് പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇമേജിൻ്റെ പേര് കൊടുത്താൽ മതിയോ. അല്ലെങ്കിൽ ആ ഇമേജിൻ്റെ ലൊക്കേഷൻ അറിയാമെങ്കിൽ ആ ഇമേജിൻ്റെ ലൊക്കേഷൻ ആ പേരിന് പകരം കൊടുക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് ദ നെയിം ഓഫ് ദ ഇമേജ്. ഇനി അത് അല്ലെങ്കിൽ ഇമേജ് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മുടെ ആ വെബ്സൈറ്റിൻ്റെ ഒരു വെബ് പേജിൻ്റെ URL ഉണ്ടെങ്കിൽ, ഇമേജിൻ്റെ URL ഉണ്ടെങ്കിൽ നമുക്ക് ആ URL ഡയറക്റ്റ്ലി ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു സെൽഫ് ക്ലോസിങ് ടാഗാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് IMG എഴുതിയിട്ട് ക്ലോസ് ചെയ്യുക ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ നമ്മൾ ക്ലാസ്സിൽ നേരത്തെ കണ്ടതാണ്. ഇങ്ങനെയുള്ള ടാഗിൽ നമ്മൾ ഈ അവസാനം കൊടുക്കുന്ന ആംഗിൾ ബ്രാക്കറ്റിന് മുൻപ് കൊടുക്കുന്ന സ്ലാഷ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ഇനി ഇമേജ് കഴിഞ്ഞിട്ട് ഈ ടാഗ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇമേജ് ടാഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ സോഴ്സ് നമ്മുടെ ഫയലിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ സ്പേസ് ഇട്ടിട്ട് SRC എന്ന് എഴുതും. SRC സ്റ്റാൻഡ്സ് ഫോർ സോഴ്സ്. സോഴ്സിൽ നമ്മൾ ഇമേജിൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ ഈ SRC എന്ന് പറയുന്നത് ശരിക്കും ഒരു ആട്രിബ്യൂട്ടാണ്. പല ടാഗുകൾക്കും പല ആട്രിബ്യൂട്ടുകൾ വരും. ഇമേജ് ടാഗിന് ഉള്ള ഒരു ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറയുന്നത്. SRCയിൽ നമ്മൾ ഇമേജിൻ്റെ ലൊക്കേഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സോ വാട്ട് യു നീഡ് ടു റൈറ്റ് ഈസ് IMG സ്പേസ് SRC ഈക്വൽ ടു, അത് കഴിഞ്ഞ് കോഡ്സിൽ വി നീഡ് ടു പ്രൊവൈഡ് ദ ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വിക്കിപീഡിയ, ടിം ബെർണേഴ്സ്ലിയെ കുറിച്ചുള്ള വിക്കിപീഡിയ പേജ് എടുത്തിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ഈ ഇമേജ് ഞാൻ റീയൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ടിം ബെർണേഴ്സ്ലിയെ കുറിച്ചുള്ള പേജിൽ പോവാണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഐ ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് ഓപ്പൺ ഇൻ ന്യൂ ടാബ്. ഓപ്പൺ ഇൻ ന്യൂ ടാബിൽ ഒറിജിനൽ ഫയൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് ദ URL. URL കോപ്പി ചെയ്യുക. And then I can put it here. SRCയിൽ കോഡ്സിൻ്റെ അകത്ത് കൊടുക്കുക. സോ ഐ ക്യാൻ സീ ദ ഇമേജ്. അപ്പം ടിം ബെർണേഴ്സ്ലി കഴിഞ്ഞിട്ട് ഉടനെ ആ ഇമേജ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് സെയിം ലൈനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ടിം ബെർണേഴ്സ്ലി എന്ന് എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ് ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സോ ഐ ക്യാൻ ടൈപ്പ് BR ഹിയർ. അപ്പം ടിം ബെർണേഴ്സ്ലി എന്ന് പറയുന്ന ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് ഇമേജ് വരും. സോ വാട്ട് യു ക്യാൻ സീ ഈസ്, ഈ ഇമേജിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്, അത് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അതിന് അടുത്ത ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇമേജ് എന്ന് പറയുന്ന ടാഗിന് പല ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇമേജിൻ്റെ സോഴ്സ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു. അത് ഓൾറെഡി എന്തായാലും വേണ്ട ഒരു ആട്രിബ്യൂട്ടാണ്, നമ്മളതിനെ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കും. ഇനി അതുപോലെ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ആട്രിബ്യൂട്ടാണ് വിഡ്ത്തും ഹൈറ്റും. അപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട്സ് വിഡ്ത്ത് സ്പേസ് ഇട്ടിട്ട് വിഡ്ത്ത് എന്ന് എഴുതും. വിഡ്ത്ത് ഈക്വൽ ടു എത്ര പിക്സലാണ് വിഡ്ത്തിന് നമ്മൾ കൊടുക്കേണ്ടത്, എത്ര പിക്സൽസ് ആണെന്ന് കൊടുക്കുക. അപ്പോൾ എത്ര പിക്സൽസ് ആണെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം.
അതല്ലെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത് പേഴ്സൻറ്റേജ് കൊടുക്കാം. അതായത് ടോട്ടലിൻ്റെ എത്ര പേഴ്സൻറ്റേജ് ആയിട്ട് കുറയ്ക്കണമെന്ന് പറയാം. സോ ഐ ആം ഗിവിങ് വിഡ്ത്ത് ഈക്വൽ ടു 10% എന്ന് കൊടുത്തു. അപ്പോൾ ടോട്ടലിൻ്റെ 10% ആക്കും വിഡ്ത്ത്. അപ്പം അതിനനുസരിച്ച് ഇമേജിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഐ ക്യാൻ ഓൾസോ ഗീവ് ഹൈറ്റ് ഈക്വൽ ടു 10%. I can also give height equal to 10%. So I will be getting like this. അപ്പം ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇമേജ് എന്ന് പറയുന്ന ടാഗിൽ ഞാൻ 3 ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. SRC, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പോൾ ആട്രിബ്യൂട്ട്സിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ട്. SRCക്ക് നമ്മൾ കോഡ്സിൽ URL അല്ലെങ്കിൽ ഇമേജിൻ്റെ പേര് കൊടുക്കാം. വിഡ്ത്ത് അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് അടുത്ത ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് അത് ഈക്വൽ ടു ഇട്ടിട്ട് ഞാൻ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് ഹൈറ്റ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഹൈറ്റിൻ്റെ പേഴ്സൻറ്റേജിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിക്സൽസിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇമേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് വാട്ട് യു വിൽ ബി ഡൂയിങ് ഈസ് ഞാൻ കുറച്ച് ഡേറ്റ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനത് പാരഗ്രാഫ് ബൈ പാരഗ്രാഫായിട്ട് എൻ്റർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ /p നമ്മുടെ ടാഗ്സ് കേസ് ഇൻസെൻസിറ്റീവാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ഇത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലോവർ കേസിൽ ടാഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ ടിം ബെർണേഴ്സിനെ കുറിച്ച് റൈറ്റപ്പ് കൊടുത്തു ഫസ്റ്റ് പാരഗ്രാഫിൽ. ദെൻ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് കംസ് ആഫ്റ്റർ ദ ഫിഗർ. സെക്കൻഡ് ഒരു പാരഗ്രാഫും കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പം അഗെയിൻ ഐ വിൽ ബി ഗിവിങ് എ പാരഗ്രാഫ് ടാഗ്. Then again /p. ഇതിൽ കുറച്ച് another set of data I am giving. So I have given some details about ടിം ബെർണേഴ്സ്ലി. ടിം ബെർണേഴ്സ്ലി എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. Then I have written Tim Berners-Lee is an English computer scientist. Is an English computer scientist. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വാട്ട് ഐ വിൽ ബി ഡൂയിങ് ഈസ് ഇനി എനിക്ക് ടിം ബെർണേഴ്സ്-ലീയെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിക്കിപീഡിയയിലോട്ട് എനിക്ക് ഈ ടിം ബെർണേഴ്സ്-ലീയുടെ വിക്കിപീഡിയ പേജിലോട്ട് എനിക്കൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതും കൂടെ കൊടുക്കുകയാണ്. അപ്പം ലാസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യണം. അതായത് I will be writing click here for more information. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വിക്കിപീഡിയ പേജിലോട്ട് പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് ആങ്കർ ടാഗ്. അതിൻ്റെ ഷോർട്ട് ഫോം A ആണ്. നമ്മുടെ ടാഗിൻ്റെ പേര് A എന്നാണ്. അപ്പം ആ ടാഗ് ഞാൻ അത് സെൽഫ് ക്ലോസിങ് അല്ല. ആങ്കർ ടാഗ് സ്റ്റാർട്ട് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അപ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ ക്ലോസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് എവിടെ തൊട്ട് എവിടം വരെ ഏത് ടെക്സ്റ്റിനാണ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതനുസരിച്ചാണ് ആങ്കർ ടാഗ് സ്റ്റാർട്ട് ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ആ പാർട്ടിൽ മാത്രമായിരിക്കും ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ലിങ്ക് എഴുതിയിട്ടുണ്ട്. ഇനി ആ ലിങ്ക് ഏതാണെന്ന് കൊടുക്കണം. അതിനുവേണ്ടി ലിങ്കിൻ്റെ ആർഗ്യുമെൻറ്റ് കൊടുക്കാം. അപ്പോൾ ലിങ്കിൻ്റെ ആർഗ്യുമെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആങ്കർ ടാഗിൻ്റെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് href ആണ്. ഒരു റെഫറൻസ്, REF സ്റ്റാൻഡ് ഫോർ റെഫറൻസ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആർഗ്യുമെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ആർഗ്യുമെൻറ്റ് ഈക്വൽ ടു കോഡ്സിൽ വാട്ട് ഐ നീഡ് ടു ഡു ഈസ് നമ്മൾ വിക്കിപീഡിയ പേജിലോട്ടുള്ള ലിങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിക്കിപീഡിയ പേജ് ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഐ ആം പേസ്റ്റിംഗ് ഇറ്റ് ഹിയർ. അപ്പോൾ ഞാനത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലിക്ക് ഹിയർ ഫോർ മോർ ഇൻഫർമേഷൻ എന്നാണ്. അപ്പോൾ ക്ലിക്ക് ഹിയർ എന്നുള്ളതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൗസ് ഓവർ ചെയ്ത് കഴിയുമ്പം നമുക്ക് വിക്കിപീഡിയ പേജിൻ്റെ ലിങ്ക് കാണാം. സോ ഞാൻ ഈ വെബ് പേജ് ഒരു യൂസർ എടുത്തു കഴിയുമ്പോൾ അയാൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഹി വിൽ ബി ഗോയിങ് ടു വിക്കിപീഡിയ പേജ്. നമ്മളതിനെ ഹൈപ്പർ ലിങ്ക് എന്ന് വിളിക്കും. അപ്പോൾ വാട്ട് വി ഹാവ് സീൻ ഇൻ ദ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ, ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. അപ്പോൾ ആ വെബ് പേജസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹൈപ്പർ ലിങ്ക്സ് വഴിയായിരിക്കും. അപ്പോൾ ദിസ് ഈസ് ഹൗ യു പ്രൊവൈഡ് എ ഹൈപ്പർ ലിങ്ക്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പം പല കാര്യങ്ങൾ അതിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ
നമ്മൾ ഇമേജിൻ്റെ അകത്ത് 3 ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. സോഴ്സ്, വിഡ്ത്ത്, ഹൈറ്റ്. ഇനി ചില സമയങ്ങളിൽ നമ്മുടെ ഇമേജ് ചിലപ്പോൾ ലോഡ് ആകത്തില്ല. ബ്ലൈൻഡ് ആയ ആളുകൾക്ക് ഇമേജ് കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ സ്ക്രീൻ റീഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ അവിടെ ഒരു ഇമേജ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരു ടാഗ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ആൾട്ട് ടാഗ്. ആൾട്ട് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ ആൾട്ട് ടാഗിൽ ഇത് എന്താണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇമേജ് ലോഡ് ആകുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് എഴുതി കാണിക്കാമെന്നും പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയ ആളുകൾക്ക് സ്ക്രീൻ റീഡർ വെച്ചിട്ട് ഈ വെബ്സൈറ്റ് നാവിഗേറ്റ് ചെയ്യുമ്പം സ്ക്രീൻ റീഡർ ഇവിടെ എന്താണെന്നുള്ളത് ഇമേജിൻ്റെ സ്ഥാനത്ത് ഈ നമ്മൾ എഴുതി കൊടുക്കുന്ന എന്താണോ അത് റീഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഐ ആം ഡൂയിങ് ദിസ്. അപ്പോൾ ഞാൻ അവിടെ ആൾട്ട് ടാഗിൽ ടിം ബെർണേഴ്സ്-ലീ ഇമേജ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷേ ഇത് ഏതെങ്കിലും കാരണവശാൽ ഇമേജ് ലോഡ് ആകുന്നില്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഹിയർ. സോ ഞാനവിടെ ആ ഇമേജിൻ്റെ അവിടെ JPGയുടെ എക്സ്റ്റൻഷന് ഒരു JPG എന്ന് എഴുതി. അതായത് അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് അവിടെ ഇല്ല. ദെൻ യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ ആ ഇമേജിന് പകരം ഇവിടെ ടിം ബെർണേഴ്സ്-ലീ ഇമേജ് എന്ന് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഐഡിയ അബൌട്ട് ദ ആൾട്ട് ടാഗ്. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇമേജ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് അനദർ തിങ്. ഇനി നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നൊരു ടാഗാണ് ഡിവ് എന്ന് പറയുന്ന ടാഗ്. ഇത് ഡിവ് എന്ന് പറയുന്ന ടാഗ് ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ കൂടുതൽ കാണും. ഡിവ് ടാഗ് ഒരു കണ്ടെയ്നറാണ്. അതായത് നമ്മളൊരു സെറ്റ് ഓഫ് ഡേറ്റേനെ നമുക്കൊരു കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഡിവ് ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആദ്യത്തെ 2 പാരഗ്രാഫ് ഡിവ് ടാഗിലാക്കുവാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സെൽഫ് ക്ലോസിംഗ് അല്ല, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേണം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിവ് ടാഗിനെ മാത്രമായിട്ട് കളർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഫോൺ സൈസ് കൂടാം, അല്ലെങ്കിൽ നമ്മളൊരു കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡേറ്റേനെ മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനെ ഒരു ഡിവ് ടാഗിൽ ഇട്ടിട്ട് ഡിവ് ടാഗിൽ മാത്രമായിട്ട് സർട്ടൻ ഓപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അതൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ്. പക്ഷേ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് വെറുതെ ഡിവേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ് വോണ്ട് മേക്ക് എനി ഡിഫറൻസ്. നമ്മുടെ പേജിലൊരു ഡിഫറൻസ് ഉണ്ടാക്കത്തില്ല. ബട്ട് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ അവർ ലേറ്റർ സെക്ഷൻസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ആഡിങ് ഇമേജ്, ആഡിങ് ഹൈപ്പർ ലിങ്ക്,